പരപ്പനങ്ങാടിക്കാരൻ മിഥുന എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി ആ മുറിയിലാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടം കൊണ്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. കുടിക്കാത്ത മിഥുനാണ്. എന്നതാവം ചെയ്ത നീ യശോദാ, എന്നതാവം ചെയ്ത നീ. എത്ര സ്വപ്നങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ്, എത്ര പ്രതീക്ഷകളാണ് അസ്തമിച്ചു പോയത്. ജനൻ ടി വിയിലെ എടുത്തിട്ട് അലക്കി മറിച്ച് കളയേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നശിപ്പിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടായിരുന്നു. എവിടെയോ ഇരുന്നിട്ട് ഏതോ ഒരു പ്രാന്തൻ നമ്മുടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് ഭീഷണി മുഴക്കിയത് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതോടുകൂടി കുറേ സംഖ്യകൾ താടിയും മുടിയും അല്ലെങ്കിൽ മീശയും നീട്ടി വളർത്തി എന്ന് പറഞ്ഞിട്ട് അവനൊരു മുസ്ലിമാണ് എന്ന് കരുതി അതിനെതിരെ പിന്നെ നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇട്ട് മുസ്ലിങ്ങൾക്ക് നേരെ മെക്കിട്ട് കയറുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും വർഗീയത ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറേ ആളുകൾ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. അവസാനം ഇവൻ ഏതാണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇവൻ്റെ പേരും ഇതൊന്നും ഇവനൊരു പഴയ ഒരു BJP പ്രവർത്തകനാണെന്നും മനസ്സിലായപ്പോഴത്തേക്ക് എല്ലാവരും കണ്ടം വലിച്ചു. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഇതുപോലുള്ള ടീംസുകളിരുന്ന് കഞ്ചാവ് അടിച്ച് MDMA അടിച്ച് വായി തോന്നുന്ന കുറയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ കൊണ്ടിട്ട് അത് മുസ്ലിമാണെന്നുള്ള രീതിയിൽ കൊണ്ടിട്ട് പരത്തി വർഗീയത ഉണ്ടാക്കുന്ന കുറേ ടീംസുകൾ മനുഷ്യന്മാരെ തമ്മിലെടുപ്പിക്കുന്നത്. മതം ഏതായാലും മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ളൊരു ചിന്തയെങ്കിലും ഈ കിഴങ്ങുകൾക്ക് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ നമ്മുടെ അൻസാരി ഉസ്താദ് ചുട്ട മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അൻസാരി ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ച് ഞാൻ ഇവിടെ വയ്ക്കാം. അതിന് മുമ്പേ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു. അപ്പം അൻസി ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്നാണ് ഞാനൊരു പോസ്റ്റ് കണ്ടത്. അപ്പം ആ ഒരു വധഭീഷണി മുഴക്കിയ വ്യക്തിയുടെ ഫോട്ടോയും ആ ഒരു വീഡിയോയിലുള്ള ഫോട്ടോയും പഴയ ഫോട്ടോസൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. താടിയും വെള്ളിയാഴ്ചയും കണ്ടപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി. അതിന് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് ഇത് ഇനിയും ഷെയർ ചെയ്ത് സർക്കുലേഷൻ കൊടുക്കരുത്. മാധവ സേവ സേവയാണ് ശക്തി, സമർപ്പണമാണ് വിജയം, അപേക്ഷയാണ് മാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന 1-2 കമൻറ്റുകൾ ഞാൻ വായിക്കാം. ഒരു കമൻറ്റ്, BJP പ്രവർത്തകനാണ്, പേര് മിഥുൻ, അമ്മയുടെ പേര് പ്രഭ, അച്ഛൻ്റെ പേര് ചന്ദ്രൻ, ചേട്ടൻ്റെ പേര് ജിനീഷ്, ഒരു അനിയത്തി ഉണ്ടായിരുന്നു, അവൾ തൂങ്ങി മരിച്ചു, പേര് ജിഷ്ണ, മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി 4ാം ഡിവിഷൻ കോയംകുളത്ത് വീട്, ഇനിയെങ്കിലും ഡീറ്റെയിൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഇവൻ്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇവൻ്റെ താടി കണ്ട് മുസ്ലിമാണെന്ന് വിധി എഴുതി ഇന്നലെ തന്തയ്ക്ക് പിറക്കാത്ത സംഖ്യ നായിൻ്റെ മക്കൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ പറഞ്ഞു കൂട്ടിയ തമ്മാടിത്തരങ്ങൾക്ക് കണക്കില്ല. നല്ലവരായ ആളുകൾ പറഞ്ഞു ഇതൊരിക്കലും ഒരു മുസ്ലിം പറയില്ല, ഇത് ഒറിജിനൽ സംഖ്യ തന്നെ ആയിരിക്കുമെന്ന്. അതെ, ഇത്രയും നെറികേടും തെമ്മാടിത്തരങ്ങളും നല്ല തന്തയ്ക്ക് പിറക്കാത്ത സംഖ്യകളെ ചെയ്യൂ. എന്തൊക്കെയാണ് നമ്മൾ ഈ സത്യം പറഞ്ഞ കേരളത്തിൽ നടക്കുന്നത്? ഇത്രയും വിവരമില്ലാത്ത ആളുകളാണല്ലോ ഈ ഒരു ജനറേഷനിലും ജീവിച്ചിരിക്കുന്നത് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് ഒന്നുമില്ലെങ്കിലും അയാളൊരു പ്രധാനമന്ത്രി അല്ലയുടെ. രാഷ്ട്രീയപരമായിട്ട് പല ആളുകൾക്കും വിയോജിപ്പ് കാണാം, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഇനി ഞാനിവിടെ ഒരു കമൻറ്റ് കൂടെ, നല്ലൊരു തിരുത്തലിന് നന്ദി, പക്ഷേ ഇവിടെ യഥാർത്ഥ ഭീഷണി ഈ വാർത്തകളല്ല, മനുഷ്യരെ വേഷം കൊണ്ടും താടി കൊണ്ടും അളക്കുന്ന നിങ്ങളുടെ മനസ്സിലെ മാരകമായ വർഗീയത എന്ന ക്യാൻസറാണ്. താടിക്കാരൻ തീവ്രവാദിയാണെന്ന് വിശ്വസിക്കാൻ വെമ്പിയവർ അയാൾ സ്വന്തം ആളാണെന്ന് അറിഞ്ഞപ്പോൾ എന്തേ മൗനം? ദൈവം നിങ്ങൾക്ക് സ്പോട്ടിൽ ആളെ കാണിച്ചു തന്നിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ കറുത്ത വർഗീയത നിങ്ങൾ കൃത്യമായി പുറത്തെടുത്തു. വിദ്വേഷം മാത്രം വമിപ്പിക്കുന്ന ഇത്തരം മനോനിലയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നശിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഇരുന്ന് താടിയും മുടിയും വളർത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവൻ തീവ്രവാദിയാണ്, അവൻ മുസ്ലിമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, അത് ഇനിയെങ്കിലും മാറണം. എന്തിനാണ് സുഹൃത്തുക്കളെ ഈ വർഗീയതയും കൊണ്ട് നടക്കുന്നത്? നമ്മൾ കണ്ടാണ് ചൂരന്മലയിൽ നടന്ന സംഭവം. അവിടെ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കിയിട്ടാണോ ഓരോ ആളുകളെയും രക്ഷപ്പെടുത്തിയത്? മണ്ണിലടിയിൽ പോയ ആളുകളെ പുറത്തെടുത്തതിന് ശേഷം
അവരെയൊക്കെ അടക്കം ചെയ്തത് എങ്ങനെയാണ്? എല്ലാവരെയും തുല്യമായിട്ടല്ലേ അടക്കം ചെയ്ത്? ഇവനൊക്കെ ഇതൊന്നും ചിന്തിച്ചുകൂടെടാ? ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്ക്. നമ്മളെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ഈ വന്നിരുന്നിട്ട് വർഗീയത, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്ത ആദ്യം കൊണ്ടുപോവാ. ഇനി ഞാനിവിടെ ഉസ്താദിൻ്റെ, അൻസാരി ഉസ്താദിൻ്റെ ഒരു മറുപടി വീഡിയോ വയ്ക്കാം. പുള്ളി എന്തായാലും ഇതിനെതിരെ നല്ല രീതിയിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കെ. എടാ പൊന്നുമക്കളെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി. നമസ്കാരം, ശ്രീജരായാണ്. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മേനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ്. വെള്ളിയാഴ്ച പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ആലോചിക്കണം, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് ജുമാ പ്രാർത്ഥന ഉള്ളതാണ്. ഉറപ്പായിട്ടും അവനൊരു കോയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തല വിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനൊരു കോയായിരിക്കും, നിസ്സംശയം. അവൻ കോയാണ്, അവനെ പൂട്ടണം. ചെറിയ ചേട്ടാ, ചേട്ടനൊപ്പം ഞാനുണ്ട്. അവനൊരു മുറിയനായിരിക്കും, ഫുള്ളുള്ളവനല്ല, ചെത്തിയവൻ തന്നെ ആയിരിക്കും. പൂട്ടണം, അവനെ പൂട്ടണം. ഞാനുണ്ട് ഒപ്പം. ബാക്കി പറയണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. അവനെ തിരിച്ചറിഞ്ഞേട്ടാ, കമന്റ് ബോക്സ് ഇടുന്നുണ്ടാ. എനിക്കറിയാം, സത്യം കേട്ടു. പരപ്പനങ്ങാടിക്കാരൻ മിഥുന, എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി, ആ മുറിയനാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. കുറിക്കാത്തതാ. മിഥുനാണ്. എന്നതാവം ചെയ്ത നീ യശോദ, എന്നതാവം ചെയ്ത നീ. എത്ര സ്വപ്നങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ്, എത്ര പ്രതീക്ഷകളാണ് അസ്തമിച്ചു പോയത്. ജനൻ ടി വിയിലെ എടുത്തിട്ട് അലക്കി മറിച്ച് കളയേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നശിപ്പിച്ച്. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. ആരിഫിനെ കൂട്ടേണം, ജനൻ ടിവിയിൽ പോകേണോ. ആരിഫിനെ കൂട്ടേണോ, ജനൻ ടിവിയിൽ പോകേണം. ജാമിദയെ കെട്ടിയെടുക്കണം. ആകെ 3G, പിന്നെ 4G, പിന്നെ 3G. അവരൊരു വീഡിയോ കണ്ടു. അതായത് അയ്യോ സുഡാപ്പിയെല്ലാം ഇതിനാണ്, അങ്ങനെ പരപ്പനങ്ങാടിയും ഇതിനാണ്. ഇനി ഏത് കാശിന്റെ മോനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ല. വിചാരിച്ചവരെ നടന്നില്ലല്ലേ? താടി, പരപ്പനങ്ങാടി, മലപ്പുറം ഒക്കെ ആയപ്പോ എന്താ വിചാരിച്ചു? കോയാണെന്നല്ലേ? തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി തീർന്നു. എന്തോടെ ഇതൊക്കെ ചിരിച്ച് ഊപ്പാട് വന്നുപോയി. സത്യം പറഞ്ഞാൽ സംഖ്യകൾക്കെല്ലാം ഉസ്താദ് ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല പൊരിച്ച് എടുക്കുമെന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കുറച്ച് കാര്യം കൂടെ അൻസാരി ഉസ്താദ് പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കി. സത്യം പറഞ്ഞാൽ ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നുപോയി. ചെറായി ചേട്ടന് നിഷ്കളങ്കത കണ്ടു നോക്ക്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ആണ്, നരേന്ദ്രമോദിജിനെ കൊല്ലും എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ് കണ്ടെത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ശേഷം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് അതിന്റെ കമന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിന്റെ ഇടക്കാണ് പിന്നീട് ഇവിടെ യാത്ര കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് സിക്കന്ദർ MP എന്നുള്ള വ്യക്തി എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടത്. കാരണം ഈ പറഞ്ഞ വ്യക്തി ഇയാളെ വാർഡിലെ ആളാണ്, ആളുടെ പേര് മിഥുൻ എന്നാണ്. ഏതായാലും നമ്മൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് പലരും കമന്റ്. സംഖ്യ ആയിക്കോട്ടെ, അയാൾ മുൻ BJP-കാരനായിക്കോട്ടെ, ഏതായാലും നിലവിൽ BJP അനുഭാവിയായ നരേന്ദ്രമോദി ചേട്ടാ ഒലിക്കുന്നു. തുടക്ക് എത്ര നിഷ്കളങ്കം, എത്ര കരണീയം. ചേട്ടൻ ഈ പറഞ്ഞത് അല്പമെങ്കിലും ആത്മാർത്ഥയും നിഷ്കളങ്കമായിട്ടാണെങ്കിൽ ഒറ്റ ചോദ്യമുണ്ട്. ആദ്യം മിഥുനെതിരെ ഇട്ട, മിഥുനാണെന്നറിയാതെ ഏതോ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയവൻ ആ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇട്ട പോസ്റ്റ്, അതിൽ ഈ പ്രയോഗം നടത്തിയതിന് വേണ്ടിയാണ്. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം എന്താ ചേട്ടാ വെള്ളിയാഴ്ച പ്രത്യേകത? എന്താ പ്രത്യേകത? ചേട്ടൻ അവന്റെ ഭാഷ കേട്ടപ്പോൾ അവനൊരു മലബാരിയാണെന്നും താടി കണ്ടപ്പോൾ അവനൊരു മുസൽമാനാണെന്നും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞപ്പോഴേക്കും മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണെന്ന് വിചാരിച്ചപ്പോൾ അപ്പം ചേട്ടൻ എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു ഇതൊരു മുസൽമാനാണെന്ന്. അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അർത്ഥം ജനിപ്പിക്കുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞങ്ങ് കത്തിച്ചു. ശ്രീ ചെറായി ചേട്ടാ, ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല,
അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങൾ അന്തർലീനമായി കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യം, ഈ നാട് കത്തിക്കാൻ നടക്കുന്നവന്മാരാ. ഈ നാടിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ നടക്കുന്ന ആരാ? ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട് നശിപ്പിക്കാൻ നടക്കുന്ന ആരാ? മുസൽമാനാ? ക്രിസ്ത്യാനിയാ? ഹിന്ദുവാ? അല്ല. ഈ വാർത്ത കണ്ടുപോയി. മതവിദ്വേഷ പ്രചരണം നടത്തിയ പ്രതി അറസ്റ്റിൽ. നോമ്പിന് ഹോട്ടലിൽ ഭക്ഷണം വിൽപ്പന നടത്തിയതിന് ഇസ്ലാം മതവിശ്വാസികൾ ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. കുറ്റിപ്പുറം സ്വദേശി 46 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇയാൾ വ്യാജ പ്രചരണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ റമദാൻ മാസത്തിൽ കാണിച്ച തോന്നിവാസമാണ് ഇത്. കേവലം തോന്നിവാസമല്ല, ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അവനെ ചിന്തിപ്പിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഈ രാജ്യത്ത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഈ സമീപകാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്തു. എരുവയിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വിളക്കുകളൊക്കെ തകർത്തു. ഇതിലൊക്കെ പിടിക്കപ്പെട്ടത് ആരെയാണ്? ഇപ്പം നോക്കൂ, രാമക്ഷേത്രത്തിലെ കൊള്ള ആരാണ്? ഈ രാജ്യം, ഈ നാട്, ഈ നാടിൻ്റെ സമാധാനത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കാൻ നടക്കുന്ന ആരാ? ഇപ്പോൾ ചേട്ടൻ ഉത്തരം കിട്ടിയിട്ടില്ലേ? ഞാൻ ഈ പറഞ്ഞിട്ടും. അതുകൊണ്ട് നിഷ്കളങ്കതയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് ഈ നിഷ്കളങ്കതയൊക്കെ നന്നായിട്ട് അറിയാം. പറഞ്ഞു, ഇവിടുത്തെ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും, ഈ നാട്ടിലുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കൊക്കെ അറിയാം, ഈ നാട് കത്തിച്ചിട്ട്, ഈ നാട് ഒരിക്കലും, ഈ രാജ്യം സമാധാനമായിട്ട് പോകാൻ വേണ്ടി അല്ലിത്. ഒരിക്കലും സമാധാനത്തിൽ എല്ലാവരും ജീവിക്കാം, അങ്ങനത്തെ ഒരു ആശയം, ഒരു സിദ്ധാന്തവും ഇല്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏകദേശം കുറച്ചൊക്കെ സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നാട്, മനുഷ്യത്തുള്ള നാടാണ് കേരളം. ഈ കേരളം പിടിച്ചടക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളാണിത്. ഇനിയും ഒരുപാട് വരും. മിഥുന്മാര് വരും, ഇതുപോലെ വിസർജ്യം വലിച്ചെറിഞ്ഞവന്മാർ വരും. അതുപോലെ തന്നെ റമദാൻ മാസം ആകുമ്പോഴത്തേക്കും വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും. പലതും വരും. അപ്പോഴൊക്കെ ഈ നാട്ടിൽ നിഷ്കളങ്കരായ മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തെണ്ടിത്തരം തന്നെ അല്ലാതെ വേറെന്താണ്? നമ്മളെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല. ഇവനൊക്കെ വല്ല കഞ്ചാവൊക്കെ ആയിരിക്കും, അല്ലാതെ തലയ്ക്ക് വെളിവില്ലാതെ വന്നിരുന്ന് ഇവനൊക്കെ. ഒന്നുകിൽ ഇത് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള പരിപാടി. ഇതുപോലൊരു സാധനം ഇട്ട് കൊടുക്കുക, അത് ഈ പറഞ്ഞിട്ടുള്ള സംഖ്യകളെല്ലാം കൂടെ ഏറ്റുപിടിക്കുക, അവസാനം ഒന്നും അറിയാത്ത ആളുകൾ, ഒന്നും അറിയാത്ത ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ വിഷയങ്ങൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പരത്തി വർഗീയ വിഷം തുപ്പിയിട്ട് എല്ലാത്തിനെയും കൂടെ കൊണ്ട് തമ്മിലടിപ്പിക്കണം. അതാണ് ഇവരെയൊക്കെ മെയിൻ അജണ്ട. അപ്പം ഇത് എന്തായാലും ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷം എല്ലാണോ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. ഇതിപ്പോൾ മുസ്ലിം പറഞ്ഞവനൊരു